നമസ്കാരം. ഞാൻ എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയുടെ അടുത്ത് നിന്ന് സംസാരിക്കണം. നിങ്ങൾ ഈ കാണുന്ന വലിയ ക്യൂ, സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ, മുദ്രപത്രം മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യവസ്ഥിതിയിൽ ഒരു മുദ്രപത്രം മേടിച്ച്, ഒരു സ്റ്റാമ്പ് പേപ്പർ മേടിച്ച് അതിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ DGPയും കളക്ടറും സാക്ഷി നിന്നാൽ പോലും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട്, ഒരു കരാറുണ്ടാക്കിയിട്ട് അതിലൊരു തർക്കം വന്നാൽ നമ്മൾ വരുന്ന സ്ഥലമാണ് കോടതി. മിനിമം 15 തൊട്ട് 20 കൊല്ലം എടുക്കും ഒരു കേസ് തീരാൻ. അപ്പോൾ ഈ മുദ്രപത്രം എന്ത് ഗുണം ചെയ്യും? നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചെക്ക് വെച്ചിട്ട് പണം മേടിക്കുമ്പോഴോ കൊടുക്കുമ്പോഴോ, കരാർ എഴുതുമ്പോഴോ, വാടക കരാർ എഴുതുമ്പോഴോ, ബിസിനസ് എഗ്രിമെൻ്റ് എഴുതുമ്പോഴോ ആ സ്റ്റാമ്പ് പേപ്പർ വെച്ച് ഒരു കരാർ എഴുതി സാക്ഷികളും എല്ലാം കൃത്യമാണെങ്കിൽ പോലും നമുക്കൊരു സത്യം തെളിയിക്കാൻ പറ്റും. പക്ഷെ അതിന് ഗുണം കിട്ടത്തില്ല. കാരണം കോടതി കയറി ഇറങ്ങിയാൽ 15-20 കൊല്ലം മിനിമമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണ പാവങ്ങളെ കാണിച്ചു തരാം. വലിയ പ്രതീക്ഷയിലാണ് ഈ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ, മുദ്രപത്രം മേടിക്കാൻ ക്യൂ നിൽക്കണവരാണ് ഈ കാണുന്നത്. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 5000 രൂപ. അതൊക്കെ കാരണം പേപ്പറിൽ ഒരാളുടെ പേര് എഴുതാൻ പാടുള്ളൂ. പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ സ്റ്റാമ്പ് പേപ്പർ നമുക്ക് കളറ് ഇങ്ങനെ 100 രൂപയുടെ 200 രൂപയുടെ തരുമല്ലോ. അതൊക്കെ കഴിഞ്ഞു. 1000-5000 ഒക്കെ ഉള്ളത്. അതൊക്കെ ഇനി ഒരു കൊല്ലം വരെ സർക്കാർ നിർത്തി. പിന്നെയും അത് പ്രിന്റിംഗ് ഇല്ല. ഇപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ വന്ന അഡ്രസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഇതിന്ന് ഫോട്ടോ കോപ്പിയിൽ ഒരു പേപ്പർ എടുത്ത് കൊടുക്കും, പ്രിന്റ് കൊടുത്തു. പക്ഷെ അതിനൊരു നമ്പർ ഉണ്ടാവും. ഓക്കെ. ആ നമ്പർ വെച്ചിട്ട് ഇപ്പൊ ഒരു സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ എന്തൊക്കെ നമുക്ക് കൊണ്ടുവരണം ഇവിടെ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? നമുക്കൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ എടുത്തോളാം. അല്ല, അത് ഞാൻ എടുത്തോളാം. എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? വാടകയാണെങ്കിൽ ഉടമക്കാരൻ ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി വാടക എടുക്കണത്. പിന്നെ ഓരോ കാര്യത്തിന് കൊടുക്കണതിന്റെ ഒക്കെ സെക്കൻഡ് പാർട്ടി മസ്റ്റ് ആണ്. സൈനിങ് അതോറിറ്റി വേണം. രണ്ടുപേരുടെ അഡ്രസ് വേണം മുഴുവൻ. പിന്നെ സൈനിങ് ഇപ്പൊ ബാങ്കാണ് മാനേജർ. ഓക്കെ. കമ്പനി ആണെങ്കിൽ അതാണ് സൈനിങ് അതോറിറ്റി. ഓക്കെ. ആദ്യ കക്ഷിയുടെ പേരും പൂർണ്ണവിലാസവും, രണ്ടാം കക്ഷിയുടെ പേരും പൂർണ്ണവിലാസം, സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ, ഈ നമ്പറിലേക്ക് OTP വരും. ഈ സ്റ്റാമ്പ് വാങ്ങുന്നതിന്റെ ഉദ്ദേശം ഈ പൈസ നിങ്ങൾ ട്രഷറിയിൽ അടക്കോ? ഇത് മുഴുവൻ ബാങ്ക് വഴി എടുക്കും. അപ്പൊ ഇനി ഇതിൽ നിന്നും ഒരു കുംഭകോണം ഉടനെ കേൾക്കാൻ പറ്റും. ഞാൻ 22 വർഷം മുമ്പ് ഒറിജിനൽ സ്റ്റാമ്പ് പേപ്പർ മേടിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അത് തർക്കമായി. ഇപ്പൊ കോടതിയിൽ ഞാൻ 15 വർഷമായി. അപ്പൊ ഈ സ്റ്റാമ്പ് പേപ്പർ ഒക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമ്മൾ എഗ്രിമെന്റ് വെക്കണ പാർട്ടി നല്ലതായിരിക്കണം. അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് തെളിയിക്കാൻ പറ്റും നമ്മളാണ് സത്യമൊന്നും. പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരനല്ലേ, നിന്റെയൊക്കെ പ്രായമുള്ള, മോന്റെയൊക്കെ പ്രായമുള്ളപ്പോൾ ഞാനൊരു വാടകക്കാരനായിട്ട് എഗ്രിമെന്റ് വെച്ചു. പക്ഷെ ഞാൻ ജയിച്ചു. പക്ഷെ കോടതി കയറി നടക്കുള്ളൂ. അപ്പൊ ഈ എഗ്രിമെന്റ് വെക്കുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാനും മോനുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കണം. ഞാൻ തന്തക്ക് പറഞ്ഞവനായിരിക്കണം, അതിൽ നിന്ന് മാറി തന്നെങ്കിലോ നിനക്ക് വാടകക്ക് തന്നെങ്കിലോ. അതുകൊണ്ട് ഇത് പൊക്കി പിടിച്ചോണ്ട് നടന്ന കാണിക്കാനൊക്കെ കൊള്ളാം, വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാം. മനസ്സിലുണ്ട്? അപ്പൊ എഗ്രിമെന്റ് എഴുതുമ്പോൾ എപ്പോഴും ഒരു പാർട്ടി നല്ലതാണെന്ന് നോക്കണം. അവൻ ഉടായ്പാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും കൊടിയുടെ കീഴിലുള്ളവനാണെങ്കിൽ അവൻ ജമ്മത്ത് മാറൂല. അപ്പൊ സൂക്ഷിക്കുക. എനിക്ക് നിന്നോട് പറയാൻ പറ്റുള്ളൂ, തലമൂത്തവരോട് പറയണ്ട, അവരൊക്കെ അനുഭവം കൊണ്ടേ പഠിക്കൂ. ശ്രദ്ധിക്കുക. സ്റ്റാമ്പ് പേപ്പർ ഒരു എഗ്രിമെന്റാണ്, അതിനൊരു ലീഗാലിറ്റി ഉണ്ട്. പക്ഷെ ആ പേപ്പറുമായിട്ട് നമ്മൾ കോടതിയിൽ വന്നാൽ 15 തൊട്ട് 20 കൊല്ലം കയറി ഇറങ്ങണം. അവൻ മിടുക്കനാണെങ്കിൽ സുപ്രീം കോടതി വരെ പോകും. അപ്പം ഓൾ ദ ബെസ്റ്റ്. ആ പേപ്പറിലുള്ള വിശ്വാസം നിലനിർത്താൻ കോടതിയും കൂടി സഹായിക്കട്ടെ. അപ്പൊ സ്റ്റാമ്പ് പേപ്പർ മേടിക്കുന്നവരുടെ ഒരു തിരക്കാണ് ഈ കണ്ടത്. കഴിഞ്ഞ കുറെ വക്കീൽ ഫീസൊക്കെ കൊടുത്ത്, നമസ്കാരം, നമ്മൾ വക്കീൽ ഓഫീസിലൊക്കെ കയറി ഇറങ്ങി, കോടതി വഴി ഇറങ്ങി ഒരു 15-20 കൊല്ലം കൊണ്ട് കിട്ടി. അപ്പം നിയമവാഴ്ച നഷ്ടപ്പെടുന്നതിൻ്റെ ഒരിതാണ് കണ്ട. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമായിട്ട് പോയാൽ ഇതെല്ലാം സിവിൽ എന്ന് പറഞ്ഞിട്ടേ എടുക്കുള്ളൂ.
ഇവിടെ ഉണ്ട് കേട്ടോ, വേറെ ഉണ്ട് സ്റ്റാമ്പ് പേപ്പറിന്റെ, ഒരെണ്ണം മാത്രമല്ല, ഇവിടെ ഉണ്ട്. സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ വന്നാണ്. അതല്ല, കരാറൊന്നുമല്ല അല്ലേ? ഇപ്പൊ സ്റ്റാമ്പ് പേപ്പർ കളറിന്റെ ഇതൊന്നുമല്ലേ, പ്രിന്റ് എടുത്ത് കൊടുക്കുമല്ലേ, OTP നമ്പർ വിട്ടിട്ട്. ഓക്കെ, അറിയാനാ. എത്ര രൂപ തൊട്ട് നമ്മുടെ പഴയ പോലെ കിട്ടും? 1000 ഉണ്ട്. ബാക്കി താഴെയുള്ളതൊക്കെ നമ്മൾ മേടിക്കുന്നവനും ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടി അഡ്രസ്സോടും പ്രിന്റ് ചെയ്യും, OTP ഫോൺ നമ്പറിൽ വന്ന്. ഈ പൈസ നിങ്ങൾ ബാങ്കിൽ അടക്കും അല്ലേ? ഓക്കെ, താങ്ക് യു. ഇനി കുറച്ച് കഴിയുമ്പോൾ കയ്യിൽ എഴുതി തരും പേപ്പർ.